ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. थैंक यू फ्रेंड्स. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ എന്നീ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് CJP പ്രതിനിധി സംഘവുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘടന 3 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷാ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് 2-ന് സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ-അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,15,000-ൽ-അധികം ആളുകൾ അഭയം തേടി. 27ാമത് കാർഗിൽ വിജയ് ദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം തയ്യാറായി. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്. കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുച്ചൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30-ന് സിംബാബ്വെയിലെ ഹരാരെയിലാണ് മത്സരം. പരമ്പരയിലെ 3ാം മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമി ഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.